ശബരിമല സന്നിധാനത്തെ തീർത്ഥാടകർക്ക് 24 മണിക്കൂറും വൈദ്യസഹായം ഉറപ്പാക്കി സന്നിധാനം ഗവൺമെന്റ് ഹോസ്പിറ്റൽ. വെന്റിലേറ്റർ സൗകര്യമടക്കമുള്ള അത്യാഹിത വിഭാഗത്തിന്റെ പ്രവർത്തനവും ആശുപത്രിയിൽ ലഭ്യമാണ്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പ് വിപുലമായ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. വലിയ നടപ്പന്തലിന് സമീപമാണ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത്. തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമാണ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സർക്കാർ ആശുപത്രി. 2025-26 മണ്ഡലകാലം മകരവിളക്ക് മഹോത്സവവുമായിട്ട് ബന്ധപ്പെട്ട് വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് സന്നിധാനത്ത് സർക്കാർ ആശുപത്രിയിൽ ചെയ്തിട്ടുള്ളത്. ഒരു താലൂക്ക് ആശുപത്രിയുടെ നിലവാരത്തിൽ അത്രയും തന്നെ സ്റ്റാഫുകളെ അണിനിരത്തിക്കൊണ്ട് 24 മണിക്കൂറും അയ്യപ്പന്മാർക്ക് സേവനം ലഭിക്കത്തക്ക രീതിയിലാണ് ഈ ഒരു ആശുപത്രി ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഏകദേശം 10ഓളം ഡോക്ടർമാരുണ്ട്. അതിനകത്ത് ഒരു കാർഡിയോളജിസ്റ്റ്, പിന്നെ റെസ്പിറേറ്ററി മെഡിസിൻ ഡോക്ടർ, ജനറൽ മെഡിസിൻ ഡോക്ടർ, സർജൻ, ഓർത്തോപീഡീഷ്യൻ, പീഡിയാട്രിഷ്യൻ മുതലായിട്ടുള്ള സ്പെഷ്യാലിറ്റി ഡോക്ടർമാരെ ഉൾപ്പെടെ അണിനിരത്തിക്കൊണ്ടാണ് ഈ ആശുപത്രിയുടെ ഒരു സേവനം നമ്മൾ നൽകുന്നത്. വെന്റിലേറ്റർ, ആധുനിക സംവിധാനങ്ങളോടുകൂടിയ ലബോറട്ടറി, മിനി ഓപ്പറേഷൻ തിയേറ്റർ, എക്സ്റേ യൂണിറ്റ് തുടങ്ങിയവയുടെ പ്രവർത്തനം സന്നിധാനം ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. പാമ്പ് വിഷബാധയ്ക്ക് നൽകുന്ന ആന്റിവെനവും ഇവിടെ ലഭ്യമാണ്. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെയും നിയോഗിച്ചിട്ടുണ്ട്. സന്നിധാനം ആശുപത്രിയിൽ സൗജന്യമായാണ് തീർത്ഥാടകർക്ക് മരുന്ന് വിതരണം ചെയ്യുന്നത്. ആശുപത്രിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഫാർമസിയും തീർത്ഥാടകർക്ക് ഏറെ പ്രയോജനകരമാണ്. തീർത്ഥാടകരും സന്നിധാനത്ത് സേവനമനുഷ്ഠിക്കുന്ന ജീവനക്കാരും ആവശ്യപ്പെടുന്ന മരുന്നുകൾ കാരുണ്യ ഫാർമസിയിൽ നിന്നും എത്തിച്ചു നൽകുന്നു. ഞാൻ എൻ്റെ സ്റ്റുഡൻറ്റ് ലൈഫ് മുതലേ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് 2015 മുതൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ വർഷവും ഇവിടെ സീസണ് വർക്ക് ചെയ്യാൻ വരുമ്പോൾ വളരെ സന്തോഷത്തോടെയാണ് വരുന്നത്. ഒരുപാട് അയ്യപ്പന്മാരെ സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഒരു 7 നഴ്സുമാരും ഒരു EMTയും 8 പേരാണ് നിലവിലുള്ളത്. അടിയന്തര ഘട്ടത്തിൽ സന്നിധാനത്തു നിന്നും രോഗികളെ താഴെ പമ്പയിലെത്തിക്കാനുള്ള ജീപ്പ് ആംബുലൻസും ഇവിടെ തയ്യാറാണ്. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ, എരുമേലി തുടങ്ങിയ കേന്ദ്രങ്ങളിലും പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ പ്രധാന ആശുപത്രികളിലുമെല്ലാം പ്രത്യേക സൗകര്യങ്ങളാണ് ആരോഗ്യവകുപ്പ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുള്ളത്. വൈദ്യസഹായം തേടിയെത്തുന്ന അയ്യപ്പന്മാർക്ക് വിപുലമായ സൗകര്യങ്ങളാണ് സന്നിധാനത്തെ ആശുപത്രിയിൽ ഒരുക്കിയിട്ടുള്ളത്. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ സജു കാഞ്ഞിരംകുളത്തിനൊപ്പം മനീഷ് മഹാദേവൻ, കൈരളി ന്യൂസ്.